ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ആൾക്കാരായി നമ്മളെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് പ്രാങ്ക് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ ആലോചിച്ച സമയത്ത് ഒരു ടിക്ടോക്കിലെല്ലാം ഒരു ഫേമസ് ആയ ഒരു വ്യക്തിനെ നമുക്കൊന്ന് പറ്റിച്ചാലോ എന്ന് വിചാരിച്ചു. അതായത് അനിമൽ കിച്ചു, നിങ്ങൾക്കെല്ലാം അറിയാലേ? അനിമൽ കിച്ചുവിനെ നമ്മളൊന്ന് ഫോൺ വിളിച്ചിരുന്നു പറ്റിച്ചാലോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇല്ല വിളിക്കുന്നത് ആരാ? വിളിക്കുന്നത് അതായത് അനിമൽ കിച്ചുവിനെ ടിക്ടോക്ക് വഴി പ്രണയത്തിലായ ഒരു പെണ്ണിന്റെ അച്ഛനായിട്ടാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ. അച്ഛൻ നീ ചളകൊളാക്കരുത്, നോക്കണം, ബിൽഡപ്പ് ചെയ്യണം കേട്ടോ. നോക്കാം, ഞാൻ വിളിക്കട്ടെ. ഇങ്ങോട്ടും കൊണ്ടാ, ഇവിടെ നിന്ന് വിളിക്കാം. ഡാലി ഓക്കെ, സ്പീക്കറിലിട്ടോ. ഇതൊന്നുമില്ല. ഹലോ, അനിമൽ കിച്ചു അല്ലേ? ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കാമോ? എൻ്റെ പേര് സുരേഷ്. നിങ്ങൾ ടിക്ടോക്കിൽ മുമ്പ് ചെയ്തുകൊണ്ടായില്ലേ? മോളെ ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയതാരേ? അപ്പൊ രണ്ടാമതോ? രണ്ടാമത് അയാൾ തന്നെ ആയിരിക്കും, അല്ലാതെ ഒരു കാലം കുത്തിയിട്ട് രണ്ടു കാലം കുത്താതെ പോവാൻ കഴിയില്ലല്ലോ. അമ്മ എന്തിയാ പറയുന്നേ? നിങ്ങൾ ഭയങ്കര ഫേമസ് ആണല്ലേ? അതായത് എൻ്റെ മോള് കുറേ ആയി പറയുന്നു നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെപ്പം വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ. മനസ്സിലായില്ല. അതായത് എൻ്റെ മോള് എപ്പോഴും നിങ്ങളെക്കുറിച്ച് പറയും, നിങ്ങൾ വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഫോട്ടോ ചോദിച്ചു, ഞാൻ അവളുടെ ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടതാണ്. എന്താ സംഭവം? എൻ്റെ മോളുടെ ഫോൺ ചെക്ക് ചെയ്ത സമയത്ത് നിങ്ങളുടെ ഫോണിൽ ഒരുപാട് മെസ്സേജ് കാണുന്നുണ്ട്, എന്തൊക്കെയോ മെസ്സേജ്. എന്റെ ഫോണിന്നോ? ഈ നമ്പറിന്നോ? അതെ ഈ നമ്പറിന്ന്. അവളാണെങ്കിൽ ആകെ +2 പഠിക്കുന്ന കുട്ടിയാണ്. നിങ്ങൾക്ക് എത്ര വയസ്സായി? പേര് കുട്ടിയുടെ? രേഷ്മ. രേഷ്മ? എന്റെ ചേട്ടൻ എനിക്ക് 23 വയസ്സുണ്ട്. ഞാനിപ്പോ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാണ്. ഞാനിങ്ങനെ ടിക്ടോക്കിലുണ്ടെന്ന് വിചാരിച്ച് എല്ലാവർക്കും നമ്പർ കൊടുക്കണം, മെസ്സേജ് അയക്കണം ഒരാളൊന്നല്ല. അല്ല അപ്പൊ അതിൽ കണ്ട മെസ്സേജോ നിങ്ങളുടെ ഈ നമ്പർ അതൊന്ന് ഞാൻ നമ്പർ എടുത്തിട്ട് ഞാനിപ്പോ വിളിക്കുന്നത്. ഇതിന് ഞാൻ അയച്ച മെസ്സേജ് ആണെങ്കിൽ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് ദയവേത് ഇപ്പൊ എന്തായാലും എന്റെ മോളുണ്ട്, മോള് പറയാണ് എന്തായാലും നിങ്ങളാണ് വിളിച്ചതെന്നാ പറയുന്നത്. മോൾക്കൊന്ന് ഫോൺ കൊടുക്കാവോ? മോൾക്കൊന്ന് ഞാൻ ഫോൺ കൊടുക്കാം. അല്ല അതിനു മുമ്പേ ഈ സംഭവം എന്തായാലും നിങ്ങൾ ചെയ്തില്ലാന്നല്ലേ പറയുന്നത്? അപ്പൊ ഞാൻ 110% ഞാൻ അവിടെ വന്നിട്ട് പറയണെങ്കിൽ അങ്ങോട്ടേക്ക് വരാം. അല്ല അപ്പൊ ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അല്ലേ? തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. അല്ല അങ്ങനെ പറയുന്നത് നിങ്ങൾ എന്തായാലും ഫേമസ് എന്ന് വിചാരിച്ചിട്ട് അതൊന്നുമില്ല. നിങ്ങളാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിന്റെ വല്ല രീതിയിൽ പോകും. ഷുവറാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ സൈഡിൽ നിന്ന് എന്തായാലും തെറ്റായിട്ട് തന്നെ ഉണ്ടാവുമല്ലോ. എന്തായാലും ഞാൻ പോവാണെങ്കിൽ അങ്ങനെ തന്നെ. അല്ല മോൾക്കൊന്ന് കൊടുത്തു നോക്കട്ടെ. ഓക്കെ. ഹലോ, ഹലോ കിച്ചു മാമ, ഞങ്ങളെ ചുമ്മാ പറ്റിക്കാന്ന് വിചാരിച്ചു. അച്ഛനും മോളെ ഞാൻ അവിടെ വെച്ച് അടിക്കുണ്ടാ. ഞങ്ങളൊന്ന് പറ്റിക്കാന്ന് വിചാരിച്ചു, കൊറേ ആയി പറ്റിക്കണം എന്ന് വിചാരിച്ചു. എനിക്ക് തോന്നി. കിച്ചു സുഖാണോടാ? ഇപ്പൊ എന്ത് ചെയ്യണേ? ഇത് ഈ ആളെ സംസാരം, അച്ഛന്റെ സംസാരം അത്ര സ്ട്രോങ് പോരല്ലേ? അല്ല സ്ട്രോങ് അല്ല, എനിക്ക് കേട്ടെന്ന് മനസ്സിലായിട്ടേ ഇല്ല. ഞങ്ങള് വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പ്ലാനിങ് ആയിരുന്നു. പക്ഷെ നീ അങ്ങനെ 100-101% പറയാൻ ശ്രദ്ധ. ആരെങ്കിലും വിളിക്കലുണ്ട് അങ്ങനെ?
ഇല്ലപ്പാ അങ്ങനെയൊന്നുമില്ല. പിന്നെ വേറെ ഒരിക്കലും ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട്, പക്ഷെ സീരിയസ് ആയിട്ട് തന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് സൈബർ സെല്ലിലേക്ക് പോയിക്കോ, നമ്മളെ ഇവ തെറ്റുണ്ടാവില്ലല്ലോ. പിന്നെ വേറെ കാര്യം പ്രതീക്ഷിച്ചാ ഹലോ എന്നല്ല ആക്കിട്ടാ പറയല്ലേ, ഇത് തീർച്ചയായിട്ടും വന്ന കോളായി പോയി. പിന്നെ ഞങ്ങളിപ്പോ ഇത് വീഡിയോ ആണ്, യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാണ്. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇത് ഇല്ല ഒരു കുഴപ്പമില്ല, ഇത് പോസ്റ്റ് ചെയ്യും. ആയിക്കോട്ടെ. ഒരു ഫോട്ടോ അയച്ചായിരുന്നു കേട്ടോ. എന്നാ ഞങ്ങൾ തംബ്നെയിൽ കൊടുക്കാൻ ഒരു ഫോട്ടോ, ഒരു അടിപൊളി ഫോട്ടോ. നല്ല അല്ല, ഗിച്ചുവിന്റെ പൊതുവെ വലിയ ഗ്ലാമർ ആയിട്ടുള്ള ഫോട്ടോ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം, ഏതായാലും നമ്മുടെ പ്രേക്ഷകരെല്ലാരും കാണുന്നല്ലേ അനുഭവം കിച്ചുവിനെ പറ്റിച്ചു എന്നുള്ളത്. അപ്പൊ ടിക്ടോക്കിൽ പോയതിനു ശേഷം കിച്ചുവിന്റെ അനുഭവം കൂടി ഒന്ന് പറഞ്ഞോ. അത് പോയിട്ട് സങ്കടം ഉണ്ടോ? എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ആ സമയത്ത് കുറച്ച് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ ഇതൊന്നുമില്ല. എന്നാലും മിസ്സിംഗ് ഉണ്ട്. നല്ലൊരു പ്ലാറ്റ്ഫോം അല്ലേ, കാരണം കലാപരമായിട്ട് മുമ്പോട്ട് പോകുന്നവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം അല്ല പോയ, അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. ഇപ്പൊ പിന്നെ അപ്പൊ ആ ടിക്ടോക്ക് ചെയ്യുന്നുണ്ടായ ആ സമയം ഇപ്പൊ എന്താ ചെയ്യാ? അല്ല, ടിക്ടോക്കിനായിട്ട് ഞാൻ അതിന് മുമ്പ് സമയമായിട്ടും കണ്ടെത്തിയിട്ടൊന്നുമില്ല. ഞാൻ ജോലിക്ക് പോകുമ്പോ രാവിലെ കിട്ടുന്ന കുറച്ച് സമയത്ത് 2 വീഡിയോ ചെയ്യും, അപ്പൊ ജോലിക്ക് പോകുമ്പോ അങ്ങനെയാണ് ചെയ്യുന്നത്. ആരാധികമാർ ഒരുപാടുണ്ടല്ലേ? പിന്നെ ആരാധികമാർ ഒരുപാടുണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളോട് പലരും ഗിച്ചുവിന്റെ നമ്പർ ചോദിക്കുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് വിട്ടുപോകോ? വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ആരും ചോദിക്കില്ല. നിങ്ങളെത്ര ആരാധികമായിരുന്നു നമുക്കില്ല. അയ്യോ സൂക്ഷിച്ചോട്ടാ. അങ്ങനെ ഉണ്ടാ നീ പറ്റിച്ചോണ്ട് ഇറക്കിട്ട് പണി വെച്ചല്ലേ? ഞാൻ ചോദിച്ചോളാം, അനുപോലെ ക്ലിയർ ആയിട്ടൊന്ന് ചോദിച്ചോളാം. അപ്പൊ ശരി, അപ്പൊ നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ചാനലിലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പൊ നീ തന്നെ പറഞ്ഞോ, നിന്റെ ആരാധികമാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യട്ടെ. കാണുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച്? ഇപ്പൊ പറഞ്ഞോ. ആരോട്? ഞങ്ങളുടെ വീഡിയോ കാണുന്നവരോട് എല്ലാരോടും. നമ്മളെ സ്വന്തം അനിയത്തിക്കുട്ടിയാണ്. അപ്പൊ എല്ലാരും നമ്മളെ കുഞ്ഞു ആവാൻ എല്ലാരും സപ്പോർട്ട് ചെയ്യാ. ഓള് ഒരു വളർന്നു വരുന്നൊരു കുഞ്ഞു കലാപ്രതിഭയാണ്. എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യാ, അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ, ബെൽ ബട്ടണും കൂടി അമർത്താം. പോരെ? ശരി ശരി ശരി, താങ്ക് യു. അപ്പൊ ശരി, ബൈ ബൈ. അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു? പക്ഷെ ഞാൻ സത്യം പറഞ്ഞാലേ അച്ഛൻ അത്ര സ്ട്രോങ് പറയാം. അത് എനിക്ക് പിന്നെ അവന്റെ സംസാരം സമയത്ത് എന്തോ ഒരു പാവം തോന്നി സത്യം പറഞ്ഞാൽ. ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത്. എന്തായാലും പാവല്ലേ കിച്ചു. ഒന്ന് സോറി കിച്ചു, പക്ഷെ അതൊരു ഫ്രാങ്ക് വീഡിയോ ചെയ്യണം എന്നുള്ളതുകൊണ്ട് വിളിച്ചാണ്. ഈ വീഡിയോ കാണുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ സോറി. അങ്ങനെ കിച്ചന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കിച്ചു അവിടെ സ്വന്തം അനിയനാണ്. കിച്ചുവിന്റെ ഫാൻസ് ചിലപ്പോ ദേഷ്യപ്പെട്ടല്ലേ, കിച്ചുവിന്റെ ഫാൻസിനോടും സോറി പറയുന്നത് നല്ലൊരു അല്ലെ, നല്ല രീതിയിൽ ഞങ്ങള് പെരുമാറിയിട്ടുണ്ട്. ഒന്നും വിചാരിക്കരുത്. അപ്പൊ നിങ്ങളെല്ലാരും പ്ലസ് ടു പഠിക്കുന്ന പ്ലസ് ടു പഠിക്കുന്ന പോക്ക് കൊടുക്കാറ്. ഹലോ അവിടെ കിച്ചു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല. പിന്നെ ഇതുപോലത്തെ എന്തൊക്കെ വീഡിയോകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആവശ്യത്തിന്റെ സ്റ്റൈലിൽ പറഞ്ഞ എങ്ങനെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. ഞങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബ് എന്ന്. ഞാൻ പഠിച്ചിട്ട് വരുന്നു, പല്ലില്ലാതെ അവള് പഠിച്ചു കേട്ടാ. അപ്പൊ സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോ ഇതിലെ ഒരു ഒട്ടില്ല, അതിലെ കാറ്റ് വരുന്നു, അതുകൊണ്ട് കിട്ടാത്ത. ബൈ.